വയനാട് തലപ്പുഴ കമ്പമലയിൽ മാവോയിസ്റ്റുകൾ എത്തിയെന്ന് നാട്ടുകാർ. അതെ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. രാവിലെ 6 മണിയോടെ 4 അംഗ സംഘം എത്തി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. 20 മിനിറ്റ് നേരം പ്രദേശത്ത് ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. CP മൊയ്തീൻ ഉൾപ്പെടെ 4 പേരാണ് എത്തിയത്. അതെ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. 40 കൊല്ലം ഇങ്ങനെയാണ്. നമ്മൾ നിങ്ങളോട് പറയുന്നത് ജനങ്ങൾ സംഘടിക്കും, ഞങ്ങൾ ഏത് ടൗണിലേക്കും വരും, ഉറപ്പാണ്. പക്ഷെ അതേസമയം ജനങ്ങൾ സംഘടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതൊരു അങ്ങനെ ജനങ്ങൾ സംഘടിച്ച് ചോദിക്കാൻ തയ്യാറാവുന്ന പക്ഷം ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ அது எப்படா அதுக்கு முன்னுக்கு போலீஸ்காரனுக்கு தெரியுது. போலீஸ்காரன் எனக்கு பொண்ணு பிடிச்சிருந்தான். கல்பட்டாள் அவ்வளவு. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. മാവോയിസ്റ്റുകൾ 20 മിനിറ്റോളം നേരം സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തെന്ന് പ്രദേശവാസികൾ പറയുന്നു. എത്തിയ 4 പേരിൽ 2 പേരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഒരു 6:15, 6:30 മുതൽ ആ സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. 4 അംഗ സംഘമാര് വന്നത്. മൊയ്തീനൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് പിന്നെ കുറച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് പിന്നെ വോട്ട് ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റലിൽ ശരിയാക്കുന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര മുദ്രാവാക്യം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോവുകയും ചെയ്തു. അവരെത്ര പേരുണ്ടായിരുന്നു? 4 ആളുണ്ടായിരുന്നു. അവർ യൂണിഫോം ധാരികളായിരുന്നു? യൂണിഫോം ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു അവർ പ്രധാനമായിട്ട് പറഞ്ഞത്? അവർ വോട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസ് ശരിയാക്കിയില്ല, അതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. ഓക്കെ, എത്ര നേരം അവർ അവിടെ ചെലവഴിച്ചിരുന്നു? ഒരു 10-20 മിനിറ്റ്. മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ വനം വികസന കോർപ്പറേഷൻ്റെ ഓഫീസ് മാവോയിസ്റ്റുകൾ അടിച്ചു തകർത്തിരുന്നു. പിന്നീട് കമ്പമല ഭാഗത്തുനിന്ന് 2 പേരെ പിടികൂടി. അതിനുശേഷം പ്രദേശത്ത് ഏറെക്കാലം മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.